ഓള് തായ്ലൻഡ് മലേഷ്യ ഒന്നാക്കി വെച്ചിട്ട് അതാണ് പ്രശ്നം. ക്ലാസ്സിൽ തന്നെ പ്ലസ് ടു ആകെ 4 ദിവസം ഇവിടെ പോയുള്ളൂ. പ്ലസ് ടു പാസ്സായി. ഓളെ നിലവാരം വെച്ച് കൂട്ടിയാൽ മതി. പക്ഷെ അപ്പൊ കൊറോണന്റെ ടൈം ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഹൂ ഈസ് നോ മീ ബെറ്റർ ആണ് കേട്ടോ. വലിയ ഉണ്ടാവില്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാന്നാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഇതില് തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബകലമൊന്നും ഉണ്ടാവില്ല. വേറെ ഞാനിപ്പോ 2 കൊല്ലമായിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൂടുതലാണ് സംസാരിക്കലും തല്ലൂടാൻ വേണ്ടി മാത്രം അല്ലേ. ഫിദക്ക് എനിക്ക് തോന്നുന്ന ഫിദ ജയിക്കുന്നാണ്. എനിക്കും തോന്നുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ വലിയ രണ്ടാള് ഫോണിൽ എഴുതിട്ടോ, എന്നിട്ട് വലിയ പറയും എന്താണ് എഴുതിയെന്ന്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് കളർ. എഴുതിക്കോ കോപ്പി അടിക്കല്ലേ. ഏത് സെറ്റ് കേസ് ബ്ലാക്ക്. അല്ല ബ്ലാക്ക് ആട്ടോ എന്റെ ഫേവറേറ്റ് കളറ്. പിന്നെ വൈറ്റോ, ആ രണ്ടും വരെ എഴുതിയില്ല. അപ്പൊ തെറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് ഫുഡ്. ഹെവി ഫുഡ് ആട്ടോ. ഒന്നും അറിയില്ല. എടുത്തോ ഇനി ജയിക്കും പറഞ്ഞിട്ട് മന്തി. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് ജ്യൂസ്. ആന്ന് വിചാരിക്കുന്നു. ആ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടമാണ്. ഫ്രൂട്ട് എനിക്ക് ഇഷ്ടമല്ല, അതിന്റെ ജ്യൂസ് എനിക്ക് ഇഷ്ടം. അങ്ങനെയൊന്നും പറയരുത്. എന്നാ സിമ്പിൾ അല്ലേ. മറന്നു എനിക്ക് എപ്പോഴും എന്റെ പേര് എപ്പോഴും വരുമ്പോ കുടിക്കുന്ന എന്നെ മറന്നയാ. ഫ്രൂട്ട് ഞാൻ വേറെ ചോദിക്കല്ലോ. ആ ഫ്രൂട്ട് കഴിക്ക്. അടുത്ത ഫ്രൂട്ട് ശരിയാണ്. ഒരു മാർക്കായേ. ഒരു മാർക്ക് കിട്ടില്ല. രണ്ടാക്കും രണ്ട് മാർക്കായി. ക്വസ്റ്റ്യന് 2 മാർക്ക് ശരിയായി. എനിക്ക് അടുത്തതായിട്ട് 2 മാർക്കായി. പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം. എന്നോട് പറഞ്ഞ സ്ഥലം എന്നോട് പറഞ്ഞില്ല തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നമ്മളെന്താണ് പോകണം പ്ലാൻ ചെയ്തിട്ടോ. തായ്ലാൻഡ്, ലക്ഷദ്വീപല്ല, മലേഷ്യയല്ല. മലേഷ്യ തായ്ലാൻഡ് എന്നല്ലേ എന്നോട് തായ്ലാൻഡ് മലേഷ്യ ആടൊക്കെ പോകാൻ ഇഷ്ടം. തായ്ലാൻഡ് വേറെ മലേഷ്യ വേറെ. തായ്ലാൻഡാണ് ശരിയായ എന്നറിയില്ല. തായ്ലാൻഡും മലേഷ്യ തായ്ലൻഡ് മലേഷ്യ ഒന്നാക്കി വെച്ചിട്ട് അതാണ് പ്രശ്നം. തായ്ലാൻഡാണ് കറക്റ്റ്. ഇവൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തായ്ലൻഡ്. ഫേവറേറ്റ് ഡ്രസ്. എനിക്ക് എന്തിനാണ് ഏറ്റവും ഇഷ്ടം? ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇഷ്ട സാധനം തന്നെ. ഇങ്ങനത്തെ 100 മായി ഞാൻ 101 നമുക്ക് വേറെ വേണ്ടി വരും. അങ്ങനത്തെ ഒരു ടീമാ. ഒന്നും അപ്പൊ മാർക്ക് ഇടുണ്ടോ? മാർക്ക് ഞങ്ങളെ മാർക്ക് അപ്പൊ ഇനി മാർക്ക് ചെയ്താണോ? അപ്പൊ നിങ്ങൾക്ക് എത്രയായി? 3-4. ഓർമ്മ ഉണ്ടല്ലേ. ഞാൻ ചോക്ക് എല്ലാം അറിയാന്ന്. ഒന്നും അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഉണ്ട് കേട്ടോ. ഇല്ല എഴുതണം. സ്കൂൾ തന്നെ ഇഷ്ടമല്ല. സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. സബ്ജക്ട് ലാംഗ്വേജ് ആണോ? അല്ല, ലാംഗ്വേജ് അല്ല. സബ്ജക്റ്റോ? അല്ല, എനിക്ക് +2 ഭയങ്കര ഇഷ്ടമായി പഠിക്കാൻ. ഇംഗ്ലീഷോ? അല്ല, എന്റെ ഫോണായിട്ട് വീട് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറയാം. ജേർണലിസം, സൈക്കോളജി. ഏതാ വിഷയം കൂടി ഞാൻ എന്ത് പറയാം. കമ്മ്യൂണിക്കേറ്റീവ്.
നമുക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ലല്ലോ ഇനി. ഓളോട് ഞാൻ അപ്പോഴും പറയല്ലേ എനിക്ക് അറിയാത്ത നീ ശരിയാക്കുന്നു വിചാരിച്ചു. അതൊന്നും ചിന്തിച്ചില്ലേ? അതൊന്നും നിന്നെ പറഞ്ഞില്ലല്ലോ. ഓള് പഠിക്കൂല. ഓള് ക്ലാസ്സിൽ തന്നെ പോകത്തില്ലേ? പ്ലസ് ടു ആകെ 4 വർഷം അവിടെ പോയുള്ളൂ. പ്ലസ് ടു പാസ്സായിരിക്കുന്നു. എങ്ങനെ ആർക്കറിയാം? A+. അടുത്ത ചോദ്യം ചോദിച്ചോളിയാ. അടുത്ത ചോദ്യം പോവാം. എനിക്ക് 10th എത്ര A+ ഉണ്ടായിരുന്നു? ഏത് ഓളെ നിലവാരം വെച്ച് കൂട്ടിയാൽ മതി. പക്ഷെ അപ്പൊ കൊറോണന്റെ ടൈം ആയിരുന്നു. എന്താ ഫിദാ? ഞാൻ പഠിച്ചില്ല, കുറച്ച് കോപ്പി അടിച്ചിട്ട്. എല്ലാം കോപ്പി അടിച്ച്. പിന്നെ ഇത് നിങ്ങളെനിക്ക് നോക്കി ഞാൻ എഴുതി. 6 മാർക്കിട് 5 പറഞ്ഞു നിശാൽ. എനിക്ക് 4. അപ്പൊ ഓക്കെ. എന്റെ ബർത്ത് ടൈം രാവിലെ, ഉച്ച, രാത്രി അങ്ങനെ എഴുതിയാൽ മതി. വൈകുന്നേരം നമുക്ക് കറക്റ്റ് ചെയ്തോണമെന്നില്ല. രാവിലെ പറഞ്ഞാൽ പൊലിച്ചൊക്കെ രാവിലെയാണ് രാത്രി ആയിട്ട് കൂട്ട്. ഇല്ല, അപ്പൊ പൊലിച്ചാൻ എഴുതണം. പൊലിച്ച കൂട്ടൂലല്ലോ. ഏകദേശം ഒരു ടൈമും ഇങ്ങടെ എഴുതിക്കോളി. രാവിലെ രാത്രി എഴുതിയിട്ട് ഒരു ടൈമും ഏകദേശം അതിന്റെ അടുത്തുള്ള ടൈമൊക്കെ ആണ്. ഈവനിങ് പറ്റുമോ? എപ്പോ ഞാൻ എഴുതി മതി. അറിയില്ല നിങ്ങളെ എഴുത്. ഈവനിങ് തെറ്റി. രാവിലെ 9:00. ഞാൻ രാവിലെ എഴുതി മാറ്റി ഈവനിങ് ആക്കിയ. മൈ ഫേവറേറ്റ് ആക്ടർ ആണ്. ആക്ടർ മലയാളം, മോളിവുഡ്, ഹോളിവുഡ് ഏതാ? മലയാളം. പഴയ നടനാ? ഓനിപ്പോ അത്ര സിനിമല്ല. ഓന്റെ ഫിലിം കാണാനൊക്കെ ഓനിപ്പോ അത്ര സിനിമല്ല. ഞാൻ കാണുകയാണെങ്കിൽ പഴയ സിനിമ ഓന്റെ ഫിലിമേ കാണാൻ. ഓനിപ്പോ അത്ര സിനിമല്ല. ദിലീപ് ഫാൻസ് ലൈക്ക്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. മാറ്റരുതേ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട്. ഇത് ഫ്രൂട്ടിങ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ. കണ്ടില്ല. വാട്ടർമെലൻ. അതൊരു 10 കൊടുത്താ. അല്ല, ഞാൻ നോമ്പൊക്കെ ഇങ്ങനെ വായി വെച്ച് തിന്നാണ്ടിരിക്കുന്നു. അതാ പറഞ്ഞു. അതൊക്കെ എനിക്കിഷ്ടം. മൈ ഫേവറേറ്റ് ലേസ് ഫ്ലേവർ. ഗ്രീൻ. ഏത് നിശാൽബിൻ? ഓളു ഗ്രീൻ അല്ല ഫേവറേറ്റ്. ഞാൻ ഓറഞ്ച്. തെറ്റി. ഓറഞ്ച്. ഓറഞ്ച് നീ തിന്നത് മാർക്ക് വാട്ടർമെലന്റെ മാർക്ക് കിട്ടിയില്ല. സെയിം ആയിപ്പോ. വയ്ക്കില്ലേ. മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് നോക്കി ഇഷ്ടമല്ല. എപ്പോഴും എനിക്ക് കിട്ടൂല. വെരി എക്സ്പെൻസീവ്. എനിക്ക് വാങ്ങി തന്നിട്ട് മക്കള് കൊടുക്കാറ്റില്ല. എന്റെ ഒരു ബർത്ത്ഡേ അതാ ഞാൻ വാങ്ങി തന്നിക്കോ. ഞാൻ എന്തോരോ വാങ്ങി കൊടുത്തിട്ട് അതിന് ഏതാന്ന് മനസ്സിലാവില്ല. പേരായിട്ട് പറഞ്ഞെടുക്ക്. പേരാണോ? എനിക്ക് 2 വലിയ പെട്ടി വാങ്ങി തന്നു. ഞാൻ ഫ്ലൈക്ക് ഫസ്റ്റ് എഴുതി. പിന്നെ അറിയില്ല ഓളെ ഫേവറേറ്റ് എന്താന്നുള്ളത്. ബർത്ത്ഡേന്റെ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി. പക്ഷെ തീരെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ കിട്ടണായോണ്ട് മാർക്ക് കൊടുത്തോ? അപ്പൊ ഞാൻ തോറ്റില്ലേ? ഫ്ലൈക്ക് എനിക്ക് കിട്ടൂല. ഗൾഫിൽ മാത്രമേ. പിന്നെ ആമസോണിലാണ്. പറയടുത്ത വേഗം. മൈ മൊബൈൽ നമ്പർ. ഏത് ലാസ്റ്റ് ആദ്യം തുടക്കറിയില്ല. ലാസ്റ്റ് അറിയില്ലല്ലോ. 94 ലാസ്റ്റ്. ലാസ്റ്റ് 94 ഇട്ടിട്ട് കാര്യമില്ല. മൊത്തം പറയണോ? മൊത്തം പറയും. 94 മൊത്തം ഇനി ഇത് നോട്ട്സിലേത്. അടുത്ത ചോദ്യം ഇതാണ്. മൈ ഫോൺ ലോക്ക്. സെനക്കറിയാം. കിട്ടു സെന.
ആർക്ക് ആയില്ല അതിൽ കാണിച്ചെടുക്കല്ലേ എന്റെ ഫോൺ ആരോ കട്ടുണ്ടായോ അല്ല 1 9 8 തെറ്റി അതല്ല എനിക്കറിയാനോ 9 1 8 9 അല്ല അല്ല തെറ്റി 9 ആയി പോയി ആദ്യം പറഞ്ഞത്. ഞാൻ അങ്ങനെ നിൽക്കുന്നത് മൈ ഫേവറേറ്റ് ഹോബി എനിക്ക് എപ്പോഴും എന്ത് ചെയ്യാനാണ് ഇഷ്ടം. ഫോണ് കളിക്കാൻ. ഇവിടെ ഏറ്റവും പൊള്ളു കളിക്കില്ല ഇവിടെ പൊള്ളു കളിക്കില്ല. ഞാൻ പറഞ്ഞല്ലേ ശരി, നീ പറഞ്ഞത് തെറ്റല്ലേ? ഇപ്പൊ ഞാൻ മുന്നേ കയറിയില്ലേ? ഇപ്പൊ ഞാൻ ഒന്ന് മുന്നിലായി. 8 ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഫ്രണ്ടിന്റെ പേര് ഞാനിവിടെ 10ാം ക്ലാസ് പഠിച്ച പരിചയപ്പെട്ട് ഏതോ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ പേരൊന്നും ഓളിപ്പോ പുറത്താണ്, നൈസാണ് എന്തോ പറയാനില്ല. എനിക്കറിയില്ല പിന്നെയും സെയിം ആയി. അപ്പൊ ഇതില് ആരും വിജയിച്ചിട്ടില്ല, രണ്ടാളും സെയിം ആണ്. അപ്പൊ ആരും വിജയിച്ചിട്ടില്ല, ഓള് ജയിച്ചിട്ടില്ല, ഞാനും ജയിച്ചിട്ടില്ല. ഏകദേശം എന്നെ കുറച്ചൊക്കെ അറിയാം. പിന്നെ ഒന്നുകൂടി ലാസ്റ്റ് ചോദിക്കാൻ, എന്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്വഭാവം എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്വഭാവം ഇത് ഫുള്ള് ചെയ്തൊരു കവിത പറയുകയാണെങ്കിൽ അതന്നെ ഒരു ഈ ഫോൺ തികയില്ല. ഇത് മൊത്തം വേണ്ടി വരും പറഞ്ഞാ പോലെ. ദേഷ്യം, പിടിവാശി, ഓവറാക്കി ഞാൻ അലമ്പാക്കിയാണ്. ഇത്രയുള്ള വിഷയം ഇത്ര ആക്കിയാണ്. ഒന്നും ആർക്കും കൊടുക്കൂല, ഞങ്ങൾക്കൊന്നും തരില്ല, ബാക്കിയെല്ലാവർക്കും. നിന്റെ അടുത്ത് വേറെ സ്വഭാവം കേട്ടോ, നിന്റെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെ പണി പാടും. നിന്റെ അടുത്ത് വേറെ നിലവിളിക്കും, ഓല നിലവിളിപ്പിക്കും. അതാണ് ക്യാരക്ടർ. അതാണ് അപ്പൊ അതിന്റെ പോലെ വീഡിയോ എന്റെ ഏറ്റവും നല്ല രണ്ട് സ്വഭാവം ഇല്ല. ഞങ്ങൾക്കൊന്നും ഒന്നും തരൂല, ബാക്കിയുള്ള നല്ല സ്വഭാവം ഉണ്ട്, ഭയങ്കര സഹായിയാ. എനിക്ക് മാത്രം, ഓൽക്കുണ്ടാവും. ഞങ്ങൾക്കില്ല. എനിക്ക് ഉണ്ട്, കുറച്ചുണ്ട്, പക്ഷെ ഇന്ന എല്ലാത്തിനും ഓരോ ഒരു സാധനം തരില്ല. പക്ഷെ തരൂ. ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്ന പൈസക്കൊക്കെ ഞാൻ ഡ്രസ് വാങ്ങും, ചെരുപ്പ് വാങ്ങും, എല്ലാം വാങ്ങും. വെള് എന്ത് ചെയ്യോ അതെടുത്തിടും. വെള് വാങ്ങൂല, വെള് വാങ്ങിയ ഓൾഡെങ്കിലും ഒക്കെ എടുത്തിടാലോ. എന്റെ പുതിയ ഡ്രസ്സൊക്കെ ഉദ്ഘാടനം അയക്കലോ വലിയ പ്രശ്നം അതാ ഡ്രസ്സിന്റെ ആദ്യത്തെ പ്രശ്നം. അതെ അതെ അതെ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. എന്നെ വിലൊക്കെ കളിയാക്കി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.